പൊന്നാര ചങ്കള നിങ്ങളാരും ഈ താത്താനറിയോ? ഈ താത്ത മിനിയാന്ന് നടത്തിയൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എന്താ പ്രോഗ്രാം, അടിപൊളി. വരുത്തുന്ന നിങ്ങൾ നിങ്ങൾ മാന്യൻ, ഉള്ളിലുള്ളത് മറച്ചു വെക്കാതെ ഉള്ള തുറന്ന് ചിരിക്കുന്ന ഞാൻ ഭ്രാന്തി, ഞാൻ ഭ്രാന്തി. നിക്കവിടെ തെരുവില് മാലിന്യം വലിച്ചെറിയാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? പോടി ഭ്രാന്തി തള്ളേ. ആ മാലിന്യം ആ കുപ്പത്തൊട്ടിയിലേക്ക് തന്നെ എറിയൂ. പോ ഭ്രാന്തി തള്ളേ, കിടന്ന് ചെലക്കാതെ. അതെ, ഞാൻ ഭ്രാന്തിയാണ്. സ്വന്തം വീട്ടിലെ മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്ന അവൻ മാന്യൻ. അത് കുപ്പത്തൊട്ടിയിലെറിയുന്ന ഞാൻ ഭ്രാന്തി. അതെ, ഞാൻ ഭ്രാന്തിയാണ്. എനിക്കാരുമില്ല. ഈ ഭൂമിയാണ് എന്റെ അമ്മ, ഈ ആകാശമാണ് എന്റെ തണൽ. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. എനിക്കാരുമില്ല. ചെടികളും പൂക്കളും വൃക്ഷങ്ങളും വളരുന്ന കൂട്ടത്തിൽ ഞാനും വളർന്നു. പക്ഷേ എന്റെ വളർച്ച ഒരു ഘട്ടമെത്തിയപ്പോൾ എനിക്ക് ശല്യമായി തുടങ്ങി. അതെ, ഇരുട്ടിന്റെ മറവിൽ കാമവെറി പൂണ്ട കാട്ടാളന്മാർ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ എന്റെ സ്വയരക്ഷയ്ക്ക് ഭ്രാന്തിയായി. ഞാൻ ഭ്രാന്തിയായി. അച്ഛമ്മേ, ഇന്ന് അച്ഛമ്മേ വരുന്നുണ്ടോ? ഇന്ന് അച്ഛമ്മ വരുന്നുണ്ടോ? എന്താ മക്കളെ ഇന്നൊരു പുതുമ. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ പിക്നിക്കിന് പോകുന്നതാണല്ലോ. ഈ അച്ഛമ്മയെ കൊണ്ടാവാറില്ലല്ലോ. എന്നാലേ ഇന്ന് അച്ഛമ്മയെ കൊണ്ടുപോകുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അച്ഛമ്മ വരുന്നുണ്ടോ? ശിവ, നേരാണോ ഞാനീ കേക്കണേ? അമ്മേ, ഒരുങ്ങിക്കോളൂ, ഒന്ന് പുറത്തു പോവാം. എന്താ മോനെ? ഓ, ഞാൻ പെട്ടെന്ന് ഒരുങ്ങാം. അമ്മേ, ആ കാറിന്റെ മുൻസീറ്റിൽ തന്നെ ഇരുന്നോളൂ. ഇതെന്ത് കഥ? എപ്പോഴും മുൻസീറ്റിലിരിക്കണമെന്ന് വാശി പിടിക്കുന്ന നിനക്കെന്തേ എന്നും മുൻസീറ്റിലിരിക്കണ്ടേ? അമ്മ പെട്ടെന്ന് കേറ്. ഏട്ടാ, ആ ആളൊഴിഞ്ഞ ആ തെരുവിന്റെ മൂലയിൽ ഒന്ന് വണ്ടി സൈഡാക്കണേ. അമ്മ ഇറങ്ങിക്കോളൂ. ഞാൻ ഇവിടെയോ? അമ്മേ, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വരാം. അമ്മ ഇവിടെ ഇറങ്ങിക്കോളൂ. ആ, ഓക്കെ മോനെ. എന്താ കൊറേ നേരായല്ലോ നിൽപ്പ് തുടങ്ങിയിട്ട്? എവിടേക്കും പോണില്ലേ? നേരം സന്ധ്യ ആയല്ലോ. ആരാ? എനിക്ക് പേടിയാവുന്നു. ആരാ? പേടിക്കേണ്ട, ഞാനൊരു ഭ്രാന്തിയാ. പേടിക്കേണ്ടട്ടോ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്റെ മകൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ കാണാനില്ല. എന്റെ മകനെ ഒന്ന് വിളിക്കോ? പോണോ? എന്തെങ്കിലും കയ്യിലുണ്ടോ? എനിക്കൊന്നുമില്ല. ഉപേക്ഷിച്ചൂല്ലേ? ഇതന്നെയാ പതിവ്. ഉപേക്ഷിക്കേ? എന്റെ മോനോ എന്നെയോ? ഉപേക്ഷിക്കേ?
ഇല്ല, അവനതിന് കഴിയില്ല. മറന്നുകളാ, അവനെ മറന്നുകളാ. ഇനി അവൻ വരില്ല. ഞാനുണ്ട്, ഞാൻ നോക്കാം അമ്മയെ, ഞാൻ നോക്കാം. എനിക്ക് ദാഹിക്കുന്നു മോളെ, ദാഹിക്കുന്നു. അയ്യോ അമ്മേ, കരയണ്ടാട്ടോ. ഞാനേ ഈ കുപ്പിയിലെ പൈപ്പിൽ ഇത്തിരി വെള്ളം എടുത്തു കൊണ്ടുവരാട്ടോ. അത് കുടിച്ചാ മതി കേട്ടോ. കരയണ്ടാട്ടോ. ഈ പൈപ്പിൽ ഈ കുപ്പിയിലെ വെള്ളം ഇനി ഇത് തന്നെ വരണം. തെരുവില. ഇതാണ് ഇനി നിങ്ങളുടെയും എന്റെയും വീട്. ഇനി ഈ മകൾ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും. അയ്യോ, എനിക്ക് വിശക്കുന്നുണ്ട്. എന്റെ മകനെ ഒന്ന് വിളിക്കോ? എന്തെങ്കിലും കാശ് കയ്യിലുണ്ടോ? ഇല്ല, എന്റെ കയ്യിലൊന്നുമില്ല. പെൻഷൻ വരുന്ന പണം പോലും അവർ വാങ്ങോ? എന്റെ കയ്യിലൊന്നുമില്ല. എങ്കിൽ കരയണ്ടാട്ടോ, കരയണ്ട. ആ കുപ്പത്തൊട്ടിയില് തിന്ന് ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കയറുമ്പോ ചിലര് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അതിൽ നിന്നും അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. ചില ദിവസം ഞാൻ പട്ടിണിയാവും. പക്ഷേ ചില ദിവസം ഇന്നലെ എനിക്ക് ബിരിയാണി കിട്ടി. ബിരിയാണി. കരയണ്ടാട്ടോ, ഞാൻ ആ കുപ്പത്തൊട്ടിയിലൊന്ന് നോക്കട്ടെ. അമ്മേ, കിട്ടി. ആരും തൊടാത്ത ഭക്ഷണം. വാ, അമ്മ ഇവിടെ ഇരുന്ന് കഴിച്ചോ. മോളെ, ഇവിടെ ഇരുന്ന് കഴിക്കാനോ? എന്താ, ഇവിടെ തന്നെ, ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഞാനുണ്ട് കൂടെ. ഇവിടെ വാടി, ഇവിടെ വാടി. കുടുംബത്തിന്റെ മാനം എവിടെ? ഏട്ടാ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അതിനെ ഉപേക്ഷിക്ക്. തന്തയില്ലാത്ത കുഞ്ഞിനെ വളർത്താണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ചുട്ടുകൊല്ലും. അതിനുപേക്ഷിക്ക്. ഏട്ടാ, എന്റെ കുഞ്ഞ്. ആ കുപ്പത്തൊട്ടിയിൽ എറിയോ അതിനെ? ഏട്ടാ, അയ്യോ, എന്റെ കുഞ്ഞ്. എന്തോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, അമ്മേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതേ മോളെ, ഒരു ചോര കുഞ്ഞിന്റെ കരച്ചിലാ. എങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ. കേട്ടെ? അയ്യോ, ഒരു കുഞ്ഞ് ഉറുമ്പരിക്കുന്നല്ലോ. ഉറുമ്പാണല്ലോ ദേഹത്തൊക്കെ. അയ്യോ മോളെ, സാരമില്ലാട്ടോ, സാരമില്ല. നിനക്ക് ഞാനുണ്ട്. ഇതുപോലെ ഒരു രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ടവളാ ഞാൻ. എനിക്കാരുമില്ലായിരുന്നു. പക്ഷെ നിനക്ക് ഞാനുണ്ട്. ഒരു അച്ചമ്മയുണ്ട്. വാവോ. കരയണ്ടാട്ടോ. ഇനി പറയൂ സമൂഹമേ, സ്വന്തം അടുക്കള മാലിന്യം തെരുവിലേക്ക് വലിച്ചെറിയുന്ന നിങ്ങളോ, അതോ നൊന്തുവെറ്റ സ്വന്തം മാതാവിനെ തെരുവിൽ ഉപേക്ഷിക്കുന്ന നിങ്ങളോ, അതോ നൊന്തുവെറ്റ സ്വന്തം കുഞ്ഞിനെ വളർത്താൻ അനുവദിക്കാത്ത കശ്മലന്മാരോ? ആർക്കാണ് ഭ്രാന്ത്? സമൂഹമേ പറയൂ, ആർക്കാണ് ഭ്രാന്ത്? നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി വീഡിയോ മുഴുവൻ കണ്ടില്ലേ? ഇതാണ് ആള് കേട്ടോ. നിങ്ങളെ പേര് പറഞ്ഞാണ്? അഫ്സത്ത്. ചെറുകാവ് പഞ്ചായത്ത് CDS അംഗമാണ്. എങ്ങനെയുണ്ട് വീഡിയോ? പൊളിച്ചില്ലേ? അടിപൊളിയായിട്ടുണ്ട്.